ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്ക് ഒരു ഡ്രസ്സിൽ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് നമ്മൾക്ക് ആ ഡിസൈൻ വരച്ച് അത് നമ്മൾ തുണിയിലേക്ക് എങ്ങനെ പകർത്തുന്നു, അതുപോലെ തന്നെ ആ തുണി നമ്മൾ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് അറിയായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് പേപ്പറും അതുപോലെ തന്നെ കാർബൺ പേപ്പറും ആണ് വേണ്ടത്. നമ്മൾ വൈറ്റ് പേപ്പറിൽ നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ നമുക്ക് എങ്ങനെയാണോ നെക്കിലാണോ അല്ലെങ്കിൽ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ നമ്മൾ വരച്ചെടുക്കാം. വൈറ്റ് പേപ്പറിൽ ഞാനൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ ഞാനിപ്പോൾ ഒരു ടോപ്പിൻ്റെ സൈഡിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനൊരു സൈഡിലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡിസൈനാണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത്. നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്ത ടോപ്പ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്താണ്, അപ്പോൾ അതിൽ ഞാൻ കാണിച്ച് തരുന്നതാണ്. കാർബൺ പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ കളർ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഡ്രസ്സ് ഏത് കളറാണോ നമുക്കപ്പോൾ അതിന് കറക്റ്റ് ഏതാണ് നമുക്കതിൽ വരച്ച് കഴിഞ്ഞാൽ തെളിഞ്ഞ് കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കളർ നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു കാർബൺ പേപ്പറാണ് എടുത്തേക്കുന്നത്. നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഞാനിപ്പോൾ പേപ്പറിൽ നേരിട്ടൊരു ഡിസൈൻ വരച്ചിട്ട് പിന്നെ ഇതിൽ നിന്ന് കാർബൺ പേപ്പർ വെച്ച് കോപ്പി ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ വരച്ചിട്ട് നമുക്ക് ട്രേസിങ് പേപ്പറിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. ട്രേസിങ് പേപ്പറിൽ നമ്മൾ വരച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്കത് ആ ഡിസൈൻ നമ്മുടെ നിന്ന് കേടായി പോകാനുള്ള ചാൻസ് ഇല്ല. ആ ട്രേസിങ് പേപ്പർ എന്ന് വെച്ചാൽ വലിയൊരു ട്രേസിങ് പേപ്പറാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ നമുക്ക് അതിൽ ഇഷ്ടം പോലെ നമുക്ക് വരയ്ക്കാനുള്ള സ്പേസ് ഉണ്ടാവും. അതിൽ നമുക്ക് നേരിട്ട് ട്രേസിങ് പേപ്പറിൽ നമുക്ക് ഡിസൈൻസ് കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് തന്നെ കാർബൺ പേപ്പറും വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിലേക്ക് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായാലും അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായാലും ഒക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് കോപ്പി ചെയ്ത് എടുക്കാറ് ഡ്രസ്സിലേക്കൊക്കെ. ട്രേസിങ് പേപ്പറിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ പേപ്പറിൽ വെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഇതിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പേപ്പറിൽ വരച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡിസൈനൊക്കെ വരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഏത് ഡ്രസ്സിലാണോ നമുക്ക് ഏത് ഡ്രസ്സിൽ എവിടെയാണോ നമുക്കിത് വർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലമൊക്കെ നമ്മൾ ആ ഡ്രസ്സിൻ്റെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്തൊക്കെ വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സൈഡ് നീക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇനി പകർത്താൻ പോകുന്നത്. ഇനി ഒരു സൈഡായിട്ട് ചെയ്യുന്നൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്, ചെറിയൊരു വർക്ക്. അപ്പം നമ്മൾ ഈ ഡ്രസ്സ് നിർത്തിയിട്ടതിന് ശേഷം അതിൽ ചുളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വേണം നമ്മളിതൊക്കെ പകർത്താനായിട്ട് കേട്ടോ. ഒന്ന് അയൺ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിസൈൻസൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലം നമ്മൾ എവിടെയാണോ അവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലം നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാർബൺ പേപ്പർ ഉണ്ടല്ലോ, കാർബൺ പേപ്പർ നമ്മൾ തുണിയുടെ മേലെയായിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഡിസൈൻസ് വരച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ വരച്ച പേപ്പർ അതിൻ്റെ മേലെയായിട്ട് വെക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ ഡിസൈൻ വരച്ച പേപ്പർ, പിന്നെ അതിൻ്റെ അടിയിൽ കാർബൺ പേപ്പർ, പിന്നെയാണ് നമ്മൾ അതിൻ്റെ അടിയിൽ തുണി വയ്ക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഡിസൈൻസിൻ്റെ നമ്മൾ വരച്ച ആ ഡിസൈനിൻ്റെ മേലെ കൂടെ പെൻസിൽ വെച്ചിട്ട് ഒന്നും കൂടി നമ്മളത് വരച്ചെടുക്കാം. അതിൽ ഒരു ഭാഗം നമ്മൾ വിട്ടുപോവാതെ തന്നെ നമ്മൾ വരച്ചെടുക്കുക. അത് വരയ്ക്കണം നേരത്തെ നമുക്ക് എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇപ്പം തന്നെ നമ്മളത് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചിലപ്പോൾ വരയ്ക്കുമ്പോൾ അവിടെ ഒരു ഫ്ലവർ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വേറെ ഇല കൊടുക്കണം എന്നൊക്കെ തോന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിപ്പോൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് എല്ലാം നമ്മളത് ചുളിവുകൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായി തന്നെ വേണം നമ്മളിതൊക്കെ വെക്കാനായിട്ട്. ഇത് വെച്ച് നമ്മൾ വരച്ച് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ടെല്ലാം വെച്ചതിന് ശേഷം മാത്രം അതിൽ ഓരോ ഭാഗം ഓരോ ഫ്ലവറും ലീഫും തണ്ടുകളും ഒക്കെ നമ്മൾ ഒന്നും വിട്ടു പോകാതെ തന്നെ എല്ലാതും നമ്മൾ വരച്ചെടുക്കാം.
കാർബൺ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമ്മളിത് അല്ലാതെ നമ്മളങ്ങനെ അമർത്തി വരയ്ക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അധികം അമർത്തി നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ കീറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം വല്ലാതെ നമ്മൾ അമർത്തി വരയ്ക്കാതെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ നമ്മളൊന്ന് വരച്ചെടുത്താൽ മതി. കാർബൺ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ എന്തായാലും താഴത്തേക്ക് അത് പതിഞ്ഞ് നമുക്ക് കിട്ടും. പേപ്പറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ നമ്മൾ നല്ലോണം അമർത്തി ഈ പേപ്പർ പിടിച്ച്, അതുപോലെ കാർബൺ പേപ്പറും നല്ലോണം അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാർബൺ പേപ്പർ മാറ്റുന്നുണ്ട്. കാർബൺ പേപ്പർ മാറ്റിയപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് വേണ്ട ഡിസൈൻ നമുക്കതിലേക്ക് പകർത്തി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് എടുത്തുകൊണ്ട് തന്നെ അതിൽ യെല്ലോ കാർബൺ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റ് നല്ലതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. ഇതുപോലെയാണ് നമ്മൾ തുണിയിലേക്ക് ഡിസൈൻസ്, ഇപ്പോൾ നെക്കിലായാലും നമ്മൾ സ്ലീവിലായാലും ഒക്കെ നമ്മൾ ഡിസൈൻസൊക്കെ നമ്മൾ പകർത്തുന്നത് ഇതുപോലെയാണ് നമ്മൾ പകർത്തിയെടുക്കുന്നത്. സ്ലീവിലാണെങ്കിൽ നമ്മൾ സ്ലീവിൻ്റെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീവിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ എല്ലാം ഡിസൈൻസ് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതുപോലെ കാർബൺ പേപ്പർ വെച്ചാണ് നമ്മൾ ഡ്രസ്സിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡിസൈൻസ് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് നമുക്ക് നല്ലതായിട്ട് കിട്ടാനും ചാൻസ് ഇല്ല. അപ്പം നമ്മളിതിൽ ഫ്രെയിം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമുക്കിതുമേ എംബ്രോയ്ഡറി വർക്കായാലും പെയിൻറ്റിങ് ആയാലും ഒക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പം നമ്മൾ ഈ ഫ്രെയിം ഇനി തുണിയിൽ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കണമെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ റൗണ്ട് ഉണ്ടല്ലോ, സ്ക്രൂ വരാത്ത സാധാ റൗണ്ട് നമ്മൾ അതിൻ്റെ അടിയിലേക്ക് നമ്മുടെ ഫ്രണ്ട് പാർട്ടുണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ അടിയിലേക്കായിട്ട് നമ്മൾ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഉള്ളിലോട്ട് അത് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ സ്ക്രൂ ഉള്ള മറ്റേ റൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്ക്രൂ വെച്ചിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണോ എത്ര ടൈറ്റ് വേണോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണോ ടൈറ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാനായാലും അതുപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് ചെയ്യാനായാലും നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഫ്രെയിം കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്തത് നെക്സ്റ്റ് നമ്മൾ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ ത്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ത്രെഡൊക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഈ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണല്ലോ സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ ഈ ത്രെഡൊക്കെ ലൈനിങ് വരുമ്പോൾ അത് കവർ ചെയ്ത് പോകും. അപ്പം നമുക്ക് അതിൻ്റെ ത്രെഡുകളൊന്നും കാണാനായിട്ട് പറ്റില്ല. നമ്മളപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.